യൂഷ്വലി നമ്മൾ ഷിഫ്ലീസ് കാണുമ്പോഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ഹെം ലൈനിലൊക്കെ വരുന്നത്. പക്ഷേ ഇന്ന് നമുക്കതിനകത്ത് ഹെം ലൈനിൽ ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷിഫ്ലി പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ആൻഡ് അതിനകത്ത് ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് പിന്നെ ചെയ്തേക്കുന്ന കാരണം അതേ ലോവർ ലെയറിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു പ്രിന്റ് ഇങ്ങനെ മാച്ച് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നുമുണ്ട്. സോ വി ഹാവ് എ കോട്ടൺ സെറ്റ് വിച്ച് ഇസ് വെരി കംഫർട്ടബിൾ, സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. ആൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്കിലുമാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് എംബ്രോയിഡറി ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിൽ വിത്ത് സീക്വൻസ് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സിഗ്സാക്ട് പ്രിൻറ്റിൻ്റെ കൂടെ. ഇത് ബ്ലോക്ക് പ്രിൻറ്റിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് കോട്ടൺ ബട്ട് ഇറ്റ്സ് ഗോട്ട് എ സെൽഫ് വീവിങ് പാറ്റേൺ ഇൻ ഇറ്റ്, സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വളരെ ലൈറ്റായിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന ലുക്കാണ്. ആൻഡ് ഓൾ ദ ടു എഡ്ജസ് ആർ ഫിനിഷ്ഡ് വിത്ത് ഈ ഒരു കോട്ടൺ ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബോർഡേഴ്സ് ത്രൂ ഔട്ട് ആയിട്ട് എംബ്രോയിഡറി ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ടുണ്ട്. സോളിഡ് കോട്ടൺ ബോട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കോട്ടൺ ബോട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് കളേഴ്സും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1849 ആണ്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. PFS 379 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. അതിൻ്റെ ബാക്ക് പാനലിൻ്റെ അകത്ത് നമുക്ക് ഇതേ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ എംബ്രോയിഡറി ഫ്രണ്ട് പാനലിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരു തണുപ്പുള്ള ഫാബ്രിക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ആൻഡ് ഇതിൻ്റെ ലോ പോർഷനിൽ ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട മൽക്കോട്ടൺ പോലെ വീവ് ചെയ്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അത് പാറ്റേൺ ഉണ്ടോ. മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയിൻ വീവിങ് പാറ്റേണാണ്. ഇത് ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു സെൽഫ് സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് കൂടെയൊക്കെ കൊടുത്ത് ചെയ്തേക്കും അല്ലേ. ഇതാണ് എൻ്റെ ലുക്ക്. നല്ലൊരു ലുക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രേ ഷെയ്ഡ്. അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. മുന്നത്തത് പിങ്ക് അല്ല, ഒരു പീച്ചായിരുന്നു കേട്ടോ. കാരണം ഞാനിപ്പോൾ പിങ്ക് കണ്ടപ്പോഴാണ് അത് കുറച്ചും കൂടി പിങ്കിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കണ്ടപ്പോഴത്തേക്ക്. So that was peach and this is grey and this is the dupatta. അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് വന്നിരിക്കുന്നത് വിത്ത് ഗ്രേ. ഇതിനകത്തും പിങ്കാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് പിങ്ക് ആൻഡ് 1849 റേഞ്ചിൽ വന്നിരിക്കുന്ന കോട്ടൺ സൽവാർ സെറ്റ്. മൊത്തത്തിൽ ഫുള്ള് കോട്ടൺ ആണ്. ഇത് കുറച്ചൊരു സ്റ്റിഫർ ഫീൽ, നമുക്ക് എന്താ പറയുക, ബോട്ടം മെറ്റീരിയലാണ്. ആൻഡ് കുറച്ചൊരു സ്റ്റാഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു സഫർ ഫിനിഷിങ് നമുക്ക് അതിനകത്തൊരു സോഫ്റ്റ് ലുക്കിൽ കൊടുത്തേക്കുന്നതും. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കോട്ടൺ ഓൾ ടുഗദർ ഇൻ എ ഡിഫറെൻറ്റ് വീവ് പാറ്റേൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുള്ള് വരുന്നത്. ആൻഡ് വെരി കംഫർട്ടബിൾ ആട്ടോ. നമുക്ക് ഇടാനൊക്കെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനാണെങ്കിലും നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും ഒക്കെ പറ്റും. നമ്മൾ ദുപ്പട്ടാസ് പൊതുവേ നമ്മളിപ്പം ഈവൻ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ആൾ പ്രിഫർ അല്ലേ, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് വേണ്ടത്. നമുക്കൊരു കംഫർട്ട് സോണിലാവുകയും വേണം. അപ്പോൾ PFS 379. മെഷ് ഫാബ്രിക് എന്ന് നമ്മൾ പറയുന്നത് നെറ്റിനെയാണ് കേട്ടോ. അപ്പം നെറ്റിൻ്റെ അകത്ത് നമുക്ക് നെറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരാറുണ്ട്. അപ്പം നമ്മൾ സോഫ്റ്റും അങ്ങനെയൊക്കെ ഒരുപാട് മെറ്റീരിയൽ ക്വാളിറ്റി വരാറുണ്ട്. സോ വി ഹാവ് എ സോഫ്റ്റ് നെറ്റ് ടുഡേ ആൻഡ് ബട്ടർഫ്ലൈ നെറ്റ് എന്നൊക്കെ പറയും. ആൻഡ് അതിനകത്ത് നമുക്ക് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ഉണ്ട്. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേവി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെൽഫ് കളറിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറിയാണ് ഫുള്ള് വരുന്നത്. ആൻഡ് പിന്നെ നമുക്ക് ലൈറ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്കൊരു ഫ്ലോറൽ എംബ്രോയിഡറി വരുന്നതുകൊണ്ട് നമുക്കെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് ലുക്ക് 3899 റേഞ്ചിൽ വന്നിരിക്കുന്ന നെറ്റ് സാരീസാണ്. യങ് ക്രൗഡ് ഒരുപാട് പേര് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു ഇതാണ്. ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുക്കി കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു ട്രാൻസ്പെറൻസി വരത്തില്ല. നമുക്ക് കുറച്ചും കൂടി ഒന്ന് നമ്മളൊരു കംഫർട്ട് സോണിൽ പിന്നെ നമുക്കതിനെ വെയർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇത്രയും ഒരുപാട് പ്ലീസ് എടുത്തില്ലെങ്കിലും നമുക്കത് കുഴപ്പമില്ല. കാരണം അതിനകത്ത് എംബ്രോയിഡറിയും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചൊരു ട്രാൻസ്പെറൻസി കുറഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ബൾക്കി ആവില്ല ഇത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഹെവിലി എംബ്രോയിഡേഡ് ആയിട്ടുള്ള നെറ്റാണെങ്കിൽ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു ബൾക്കി ഫീൽ വരാറുണ്ട്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ
ബൾക്കി ഫീല് വരത്തില്ല. നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നെറ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള എംബ്രോയിഡേർഡ് സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ലോ പോർഷനിൽ മുട്ടിന് താഴോട്ടും അപ്പർ പോർഷനിൽ എഡ്ജ് ടു എഡ്ജ് വരുന്നുണ്ട്. സ്കാലപ്പ് എഡ്ജിങ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദി ബോർഡർ കുറച്ചൊരു സർക്കുലർ പാറ്റേണിൻ്റെ അകത്താണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ലോ പോർഷനിലോട്ട്. അപ്പോൾ നമുക്ക് സ്ലീവ്സിനൊക്കെ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഓർ സ്ലീവ് പ്ലെയിൻ ആയിട്ട് വെച്ചിട്ട് ബാക്ക് പാനൽ ഫുൾ എംബ്രോയിഡറി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് വൺ ലുക്ക്. പിന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു ലാവൻഡറിൻ്റെ ഒക്കെ ഉള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇതൊരു മോഫ് ടോണിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതെല്ലാം മുഖത്തിന് നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ചിലത് ഞാൻ അങ്ങനെ എപ്പോഴും പറയത്തില്ല കേട്ടോ, കാരണം ആ ഷെയ്ഡ്സ് നമുക്ക് എല്ലാ സ്കിൻ ടോണും ചിലപ്പോൾ ചേർന്നു എന്ന് വരത്തില്ല. ചില ലൈറ്റ് ബ്ലൂവിൻ്റെ ടോൺസും യെല്ലോയുടെ ടോൺസും എനിക്ക് അങ്ങനെ ചേരുന്നതല്ല. ഇതൊക്കെ പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ കളറ് ഒരുപാട് പോപ്പുലറും ആണ്. ലൈക്ക് വെൻ യു ഗോ ഫോർ എന്താ പറയുക, ഒരു ബ്രൈറ്റ്സ് മെയ്ഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി വളരെ പോപ്പുലറാണ്. I've seen that trend happening. That's a nice color. And then we have ഒരു ടർക്കോഷ്, ഒരു അക്വാമറൈൻ അങ്ങനത്തെ പോലത്തെ ഉള്ള ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. This is the look. നല്ല ഭംഗിയുള്ള കളർ. ഇത് എനിക്കിഷ്ടമുള്ള ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രോജക്ട്സിൻ്റെ അകത്തൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കളറാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ലൈലാക്ക് ഷെയ്ഡ്. ഈ നെറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ഗ്രേറ്റിൻ്റെ പോലെയുള്ളൊരു ഫീല് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഷെയ്ഡ്, ഈ ഒരു ലുക്കിൻ്റെ അകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ്. നല്ല രസമുള്ള കളേഴ്സ്. സോ ദിസ് ഇസ് വേവി പാറ്റേൺ 3899 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ. നെക്സ്റ്റ് വരുന്നത് ഈ പ്രൈസ് റേഞ്ച് 3999 ഫ്ലോറൽ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. SBP 313 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഒരു മിൻറ്റ് ഗ്രീനിൻ്റെ ഒക്കെ ഒരു അതിന് മിൻറ്റ് ഗ്രീനിനെക്കാട്ടിലും ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെയും ഒരു വൈറ്റിൻ്റെ അകത്ത് മിൻറ്റ് ഗ്രീനിൻ്റെ ഒരു ഡ്രോപ്പ് വീണ പോലത്തെയുള്ള ഒരു ഷെയ്ഡാണിത്. ഇറ്റ്സ് എ നൈസ് ഷെയ്ഡ്. ഒരുപാട് ലെയർ എടുത്ത് വെച്ചാലേ ആക്ച്വലി അതിൻ്റെ കളർ എന്തോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കളർ വരുന്നത്. പിന്നെ നെറ്റാണ്. ഡെഫിനറ്റായിട്ടും നമ്മൾ ബ്ലൗസിന് എടുക്കുന്ന അതേ സാറ്റിൻ ലൈനിങ് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസ്കേർട്ടിനും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല മാച്ച് കിട്ടും. സാറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നെറ്റിൽ ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യാറുള്ളത് നമുക്കൊരു ബ്രൈഡൽ ക്വാളിറ്റിയിലൊക്കെ വരുന്ന സാറ്റിൻസ് ഉണ്ട്. ഈ 80 റേഞ്ചിലും 60 റേഞ്ചിലും അല്ലാത്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു 200 റേഞ്ചിലൊക്കെ വരുന്ന സാറ്റിൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ കുറയും. അതിൻ്റെ ഷീൻ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ആ ഷൈനില്ലേ, അത് ഭയങ്കര ഗ്ലോസി ആയിട്ട് നിൽക്കത്തില്ല. പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് കുറച്ചും കൂടി എനിക്ക് അതിനൊരു ഭംഗി തോന്നാറുള്ളത് കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന സാറ്റിൻസ് ഉണ്ട്. ക്വാളിറ്റി വൈസ് നമുക്ക് തൊടുമ്പോഴും നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ പില്ലിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് അതങ്ങ് എന്തിലെങ്കിലും കൊണ്ട് വലിയത്തൊന്നുമില്ല, അത്രയ്ക്കങ്ങ് മറ്റേ നമ്മുടെ ലൈനിങ് സാറ്റിൻസിൻ്റെ അത്ര. സോ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ സീ ബ്ലൂ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു നല്ല കളർ. ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്തും എഡ്ജ് ടു എഡ്ജ് എംബ്രോയിഡറിയാണ് വരുന്നത്. ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ ഫുൾ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ്. സ്ലീവിൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ്. ലെമൺ യെല്ലോ ടോണിലാണ്, ലെമൺ യെല്ലോയുടെ പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. And I like it. All nice colors and യങ് ക്രൗഡിനൊക്കെ ശരിക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നെറ്റാണ്. അതിൻ്റെ സ്റ്റോൺ ജ്വല്ലറി സ്ക്രിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ കൊണ്ടുവരിക്കുന്ന പോലെ വലിയ ചീത്ത ആവത്തില്ല. ഇങ്ങനെ കൊള്ളും, ഇടയ്ക്കിടയ്ക്ക് കയറും. എന്തിനകത്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജ്വല്ലറിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ
ചെക്ക് ഇറ്റ് ഔട്ട്. SBP311 തൊട്ട് 313 വരെയുള്ള കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 3999 മുന്നേ കണ്ട 3899 റേഞ്ചിലും. സട്ടിലായിട്ടുള്ള ഒരു പാർട്ടി വെയർ ലുക്കാണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിനൊരു ക്ലാസിനിസം ഉണ്ട്. ഒരു ഓഫ് വൈറ്റ് റൈസ് കോട്ട ഫാബ്രിക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ബ്ലാക്ക് എംബ്രോയിഡറി, ത്രെഡ് എംബ്രോയിഡറി വിത്ത് വാട്ടർ ഗോൾഡ് സീക്വൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നല്ല രസമുള്ളൊരു ഫ്ലോറൽ എംബ്രോയിഡറി ഡീറ്റെയിൽ. ഓരോ ഷെയ്ഡിൻ്റെ അകത്തും വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിപ്പോൾ 4 കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ലോവർ ഹെംലൈനിൽ വന്നിരിക്കുന്ന ഈ ഒരു എംബ്രോയിഡറിയും ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന കളറും ബോട്ടവും ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇതിനകത്ത് ഓരോ ഷെയ്ഡ്സിനും വ്യത്യാസമായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു ഓഫ് വൈറ്റ് റൈസ് കോട്ടയ്ക്ക് അകത്ത് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് ത്രെഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ത്രൂ ഔട്ട് ദി ലോങ്ങർ ബോർഡേഴ്സ് സ്കാലപ്സ് വരുന്നുണ്ട്. ലോവർ ഹെംലൈനെ ഫിനിഷ് ചെയ്തേക്കുന്നത് കോട്ടൺ ക്രൂഷ്യ ലേസും യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് എ വെരി എലഗൻറ്റ് ലുക്ക്. ഭയങ്കര രസമുള്ള ഭംഗിയുള്ള ഒരു ലുക്കാണ് കേട്ടോ. ആൻഡ് ഇത് നമുക്കൊരു ഒക്കേഷണലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്, ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു റെഗുലർ വെയർ ആയിട്ട് പിന്നെ അതിനെ വെയർ ചെയ്യാനും ആക്ച്വലി നല്ലൊരു സെറ്റാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ വി ഹാഡ് എ പിങ്ക് കോമ്പിനേഷൻ. നൗ വി ഹാവ് പീച്ച്. ബോട്ടം സെറ്റൂണിലാണ് വന്നിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും റൈസ് കോട്ടയിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബാക്ക് സൈഡ് വന്നിട്ട് നമുക്ക് സോളിഡായിട്ട് വരുന്ന ലുക്കാണ് കൊടുത്തേക്കുന്നത്. ആണ് അതിൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ഈ ഒരു സെയിം പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടവും കൂടിയായിട്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് സ്റ്റഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ബ്ലാക്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇനാമൽ കോട്ടിങ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കിൾ, പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് മെറ്റൽ ലുക്കിൽ വരുന്നതോ ഓർ പേൾസ് ആണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ലുക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പേൾസ് ആകുമ്പോൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്ക് വരും. വി ഹാവ് എ ടീൽ ഷെയ്ഡ്. ലൈറ്റ് ടീലാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. മുന്നത്തിനകത്ത് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പീച്ചായിരുന്നു. ആണ് എൻ്റെ ലുക്ക്. ആൻഡ് ദെൻ ദിസ് ഇസ് എ റിയലി നൈസ് ഫ്ലോറൽ എംബ്രോയിഡറി. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി. എന്താ അറിയോ, ഒരു ഫ്ലോറൽസിൻ്റെ കോമ്പിനേഷൻ റോസ് ലുക്കിൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു നമ്മൾ ടൈൽ പാറ്റേൺസിനൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് കോമ്പിനേഷൻ. ദിസ് ഇസ് ദി ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. ആൻഡ് എനിക്കിത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് റൺ ഔട്ട് ആവാൻ അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് യെല്ലോ ആണ് ബോട്ടം വരുന്നേക്കുന്നത്. എല്ലാത്തിൻ്റെ അകത്തും ആ ഒരു ഗ്രീൻ കോമ്പിനേഷനും കൂടി വരുന്നുണ്ട് അല്ലേ. അതെ, ആ ഒരു റോസ് ഇതിൻ്റെ കൂടെ ഗ്രീനും കൂടി വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ലോ പോർഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി നമുക്കൊന്ന് ക്ലോസറിൽ നോക്കാം. 2 ടോണിലാണ് എല്ലാത്തിനകത്തും വന്നിരിക്കുന്നത്. ആൻഡ് വിത്ത് 2 ടോൺസ് ഓഫ് ഗ്രീൻ ആസ് വെൽ. ആൻഡ് സ്കാലപ്പ് എഡ്ജസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കട്ട് വർക്കിൻ്റെ പാറ്റേൺ പോലെ തോന്നും, പക്ഷെ കട്ട് വർക്ക് അല്ല. ഇത് ജസ്റ്റ് ആ ഒരു എംബ്രോയിഡറി ഡിസൈൻ മാത്രമാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദിസ് ഫൈനലി യെല്ലോ. നല്ല രസമാണ്. യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. പോയിൻ്റ് എംബ്രോയിഡറിയുടെ 2 ലൈൻസിൻ്റെ ഒരു ലുക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് 1499 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ് PFS 371.